അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സൻഹാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടൂർ അഥവാ നെല്ലമ്പ്ര പഞ്ചായത്തിലുള്ള കുണ്ടൂർ എന്ന പ്രദേശത്തുള്ളൊരു വയലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല മനോഹരിതമായൊരു പാരിസ്ഥിതിക അന്തരീക്ഷം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ ഈ ഒരു പാടത്തോട് ചേർന്ന് ഒരു തോടും ഒഴുകുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഈ ഒരു പ്രകൃതിയുടെ മനോഹാരിത വ്യക്തമാക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് മുൻകാല ചരിത്രം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് പറയാനുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല്ലായിരുന്നു ഒരു കാലത്ത് നമ്മളെ കൃഷി എന്ന് പറയുന്നത്. കൃഷിയിലൂന്നിയിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു പഴയകാല കേരളക്കാരുടേത്. അഥവാ നമ്മുടെയൊക്കെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ പിതാക്കന്മാരുടെ ജീവചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരുന്ന കഥകളിലൂടെ നമുക്ക് വ്യക്തമാകും അവരുടെ അന്നത്തെ കൃഷിയും അതുപോലെ അന്നത്തെ കുട്ടിക്കാലത്തുള്ള അവരുടെ കാർഷിക വിനോദങ്ങളുമെല്ലാം. മലയാളികളായ നമ്മൾ കൃഷിയിൽ നിന്ന് ഒരുപാട് അകന്നു പോയെങ്കിലും നമ്മൾ സുഗമമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ പ്രധാനമായി കൃഷി വിഭവങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ഓണക്കാലത്ത് നാം കഴിക്കുന്ന സദ്യയുടെ വാഴയില ഒഴിച്ചാൽ ബാക്കി എല്ലാ വിഭവങ്ങളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥികളാണെന്ന് സാരം. അപ്പോൾ ഇനി നമ്മൾ കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഏതൊക്കെ കൃഷി രീതികൾ ചെയ്യുന്നതെന്ന് നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഇടുക്കി, വയനാട് പോലത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് റബ്ബർ കൃഷി, അതുപോലെ തന്നെ കാപ്പി, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇങ്ങനത്തെ കൃഷിയാണ് പ്രധാനമായിട്ടും ഇത്തരം ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മുടെ നാട്ടിലുള്ളതുപോലെ സമതല പ്രദേശങ്ങൾ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ വയലുകളിൽ കൃഷി ചെയ്യുന്ന നെൽകൃഷി, അതുപോലെ തന്നെ പിന്നെ തെങ്ങിൻ കൃഷി, പിന്നെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വാഴക്കൃഷി, ഇങ്ങനത്തെ കൃഷി രീതികളാണ് ഇത്തരം താഴ്ന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കൃഷി ചെയ്യാറ്. പരമ്പരാഗത കൃഷി രീതികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നെൽകൃഷി, അതുപോലെ തന്നെ ഇടവിള കൃഷി, പിന്നെ ജൈവ കൃഷി, അതുപോലെ പുഞ്ചകൃഷി. പിന്നെയുള്ള ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ഓരോ വിളകളുടെയും സീസണുകൾക്കനുസരിച്ച് അതേ വിളകൾ തന്നെ ആ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇത്തരത്തിലാണ് പരമ്പരാഗത കൃഷിയുടെ ഒരു വിവരണം. ആധുനിക കൃഷി രീതികളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 3 എണ്ണമാണ്. അതിൽ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, അതുപോലെ വെർട്ടിക്കലായിട്ടുള്ള കൃഷി. ഇവ 3ഉമാണ് ആധുനിക കൃഷി രീതികളിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് കാർഷിക മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ പറയാവുന്നതാണ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് കൃഷിയിൽ അതിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ കൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ കാലാവസ്ഥ വൈകുന്നതും മൂലമൊക്കെ കൃഷി ചെയ്യാൻ വൈകുന്നതും, അതുപോലെ കൃഷിക്ക് നാശനഷ്ടം സംഭവിക്കാൻ വരെ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം എന്നുള്ളത്. ഇതായിട്ടുള്ള ഒരു പ്രധാന വെല്ലുവിളികൾ തൊഴിലാളികളുടെ അഭാവം അല്ലെങ്കിൽ കുറവ്. ഇന്നത്തെ കാലത്ത് കൃഷിയുമായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ കൃഷിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത് തൊഴിലാളികളെ കിട്ടാൻ വളരെ അവസരം കുറവാണ്. ആരും ഇതിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുമ്പോൾ കുറഞ്ഞ തൊഴിലാളികൾക്ക് വേതനം കൂടുകയും അതുമൂലം നമ്മുടെ കൃഷിയിൽ നിന്നുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം അത് കുറഞ്ഞു വരികയും ഇതുമൂലം കർഷകർക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലത്തെ മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് പ്രകൃതിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത്. ഇതുമൂലം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളാകട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാർഷിക മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് നമ്മുടെ വിത്ത്, അതുപോലെ തന്നെ വളം, കീടനാശിനി, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ വില വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ. ഇത് വളരെയധികം കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ വിത്തുകൾ തന്നെ ഗുണമേന്മ കുറഞ്ഞതും അതുമൂലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രധാന വെല്ലുവിളിയാണ്. അതിനുള്ള ഒരു പ്രധാന വെല്ലുവിളിയാണ് ജലസേചനത്തിൻ്റെ അഭാവം. വെള്ളം കിട്ടാതെ കൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു വെല്ലുവിളിയായിട്ട് ഇനി നമുക്ക് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ
കൃഷി പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയും ആ ഒരു പ്രദേശം മൊത്തമായിട്ട് നശിക്കുകയും ഇതുമൂലം കർഷകർക്ക് വളരെയധികം നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ ഈ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളും വിത്ത് അങ്ങനത്തെ അസംസ്കൃത വസ്തുക്കളും അതുപോലെ മറ്റ് ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ അല്ലെങ്കിൽ സംഭരിക്കാനുള്ള ഒരു സ്ഥലം ഇല്ലായ്മയാണ്. അത് നികത്തേണ്ടത് നമ്മുടെ ഒരു വികസനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നികത്തുന്നത് മൂലം കർഷകർക്ക് ഒരുപാട് ഊർജം ലഭിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊന്നാണ് ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ അതല്ലെങ്കിൽ മെഷീനുകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും കൃഷിയിലുള്ള എല്ലാവിധ മേഖലകളിലും നമ്മൾ ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ വളർത്തിക്കൊണ്ടുവരികയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിലും കാര്യക്ഷമതയോടുകൂടിയും ഇത്തരം കൃഷിയിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളത് ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പരിസ്ഥിതിക്ക് ദോഷമുണ്ടായാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ദുരന്തങ്ങളും മറ്റും ഉണ്ടാവുകയും കൃഷി നാശനഷ്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്യും. അവസാനമായിട്ട് പറയാനുള്ളത്, ഇനി വരും തലമുറകൾക്ക് കൃഷിയെ പറ്റിയും അതുപോലെ കൃഷി രീതികളെ പറ്റിയും പറഞ്ഞു കൊടുക്കേണ്ടത് നാം എല്ലാവരുമാണ്. ഇനി നമ്മൾ കേരളത്തിനെ ഒരു സ്വയം പര്യാപ്തമായി ഒരു സംസ്ഥാനമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.